എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊടിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ ഈ ഒറ്റ ഒരു കാര്യം നിർബന്ധമായും ചെയ്താൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൻ്റെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തരാം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP പ്രോഗ്രാമുകളിലേക്കുള്ള ഡിഗ്രി അഡ്മിഷൻ 4 ഇയർ ഡിഗ്രി അഡ്മിഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ ചോദിച്ചിരുന്നു അഡ്മിഷൻ കിട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ഇത് നമുക്ക് പ്രധാനമായും മെറിറ്റ് സീറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് മാത്രമേ നമുക്ക് ബേസ് ചെയ്ത് പറയുന്നത്. കാരണം മെറിറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിലും ഉണ്ട്, എയ്ഡഡ് കോളേജിലെല്ലാം മെറിറ്റ് ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലും മെറിറ്റ് പ്രവേശനം ലഭിച്ചാൽ മാത്രമേ നമുക്ക് പൈസ കൊടുക്കാതെ പഠിക്കാൻ സാധിക്കൂ. എയ്ഡഡ് കോളേജ് ആകുമ്പോൾ മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലും മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്. അതിന് നമ്മൾ പൈസ കൊടുക്കണം. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടുക, അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ മെറിറ്റ് സീറ്റ് കിട്ടുക. എന്നാലും നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ പഠിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്ക് കഴിഞ്ഞ വർഷം ഏതൊക്കെ ഓരോ കോളേജുകളിലും ഓരോ കോഴ്സുകളിലും കയറിയ അവസാന വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ റാങ്ക് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റാങ്ക് ചെക്ക് ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ തലശ്ശേരി ഭരണം കോളേജിൽ BA പൊളിറ്റിക്കൽ സയൻസിന് കൊടുത്തൊരു വിദ്യാർത്ഥിക്ക് ആ വെബ്സൈറ്റിൽ കയറുക, കോഴ്സ് സെലക്ട് ചെയ്യുക, BA പൊളിറ്റിക്കൽ സയൻസ് കോളേജ്. അപ്പം നിങ്ങൾക്ക് എല്ലാ കോളേജുകളിലും BA പൊളിറ്റിക്കൽ സയൻസ് ഉള്ള എല്ലാ കോളേജുകളിലും എന്താണ് കാറ്റഗറി ബേസായിട്ട് എന്താണ് ലാസ്റ്റ് കയറിയ വിദ്യാർത്ഥിയുടെ ഇൻഡെക്സ് മാർക്ക് കിട്ടും. ജനറൽ, ഈഴവ, തീയ, അതുപോലെ തന്നെ SC ST PWBD എന്നിങ്ങനെ മറ്റ് പല വിഭാഗങ്ങൾ, EWS എന്നിങ്ങനെ പല കാറ്റഗറികളിലായിട്ട് എന്താണ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാവും സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പക്ഷേ എന്താണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ നമുക്ക് ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ലഭിക്കുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ ഓരോ കോളേജിലും എത്ര റാങ്കുള്ള വിദ്യാർത്ഥിയാണ് കയറിയതെന്ന് അറിയാൻ സാധിക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പ്രീവിയസ് ഇയർ റാങ്ക് ലിസ്റ്റ്, ഉദാഹരണം ഞാൻ പറഞ്ഞു, തലശ്ശേരി ഭരണം കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് കൊടുത്തൊരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം? നോക്കാം. BA പൊളിറ്റിക്കൽ സയൻസിൽ തലശ്ശേരി ഭരണം കോളേജിൽ ഇപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയിലുള്ളൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി തലശ്ശേരി ഭരണം കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് കൊടുത്തു. അങ്ങനെയെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറിയിൽ തലശ്ശേരി ഭരണം കോളേജിൽ കയറിയ അവസാന വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.